ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബേക്കൽ ബീച്ച് കാർണിവലോട്ടാണ്. ഇവിടെ എല്ലാ വർഷവും ഇത് നടക്കാറുണ്ട്. ഇപ്രാവശ്യം ബേക്കൽ കാർണിവലാണ്, എല്ലാ വർഷവും ഫെസ്റ്റാണ് നടക്കാറ്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ ഉണ്ട്, മാമൻ അവരൊക്കെ ഉണ്ട്, മാമൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട്, അമ്മയുണ്ട്, കസിൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നതാണ്. രാത്രിയാണ് ഗൈസ് കുറേ ആൾക്കാർ വരാറ്, കുറേ സെലിബ്രിറ്റീസൊക്കെ വരാറ്. ഇപ്പോൾ കുറേ ആൾക്കാർ രാത്രി ഉണ്ടാവലുണ്ട്. ഇത് ഇതിലത്തെ എൻട്രൻസ് ആണ് ഗൈസ്. ഇതിലെ കൂടെയാണ് അവിടെ ഉള്ളിലോട്ട് പോകേണ്ടത്. ഇവിടെ കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഐറ്റംസൊക്കെ ആയിട്ട്. പെറ്റ് ഷോ നടക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഇത് ഗെയിംസൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗായ്സ്. രാത്രിയൊക്കെ ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇന്ത്യൻ്റെ ഫുൾ ഐറ്റംസാണ് ഗായ്സ്. സോൾഡ് ആയിട്ടുള്ള ആൻറ്റിക് ആയിട്ടുള്ള കുറേ ഐറ്റംസും കുറേ ഫോട്ടോ അതൊക്കെ ഉണ്ട്. ഐസ് ബോർഡ്സൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാത്തിലും നല്ല തൊട്ടുവിടാന്നൊക്കെ നല്ല സേഫായിട്ടാണ് വെച്ചിരിക്കുന്നത്. തൊട്ടുവിടാന്നൊക്കെ പറയാനുണ്ട്. ഗണ്ണും ചക്രം എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാത്തിനും കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഗായ്സ്. ഇതൊക്കെ വന്നിട്ട് തന്നെ കാണണം. അത്രയും സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വർഷവും ഇത്ര സാധനമൊന്നും ഉണ്ടാവാറില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്ര സാധനങ്ങളൊക്കെ വെക്കാറ്. കുറേ എല്ലാവരുടെ യൂണിഫോംസൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവർക്കും കാണാൻ മിലിറ്ററി ഉണ്ട്, അതൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ക്യാപ്പ്, ബാഡ്ജ് എല്ലാം ഉണ്ട് ഇവിടെ. നല്ല സേഫായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ആരും തൊട്ടുകൂടാ അങ്ങനെയൊക്കെ. നല്ല കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇന്ത്യൻ്റെ വാറ് അതിൻ്റെ ഒക്കെ ഇതാണ് ഇവിടെ ഉള്ളത് ഗായ്സ്. ഇതെന്തോ ഗായ്സ് വാൾവ് ആംപ്ലിഫയറോ അങ്ങനെയൊക്കെ എന്തോ ഉണ്ട് ഇവിടെ, എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കുറേ ബട്ടർഫ്ലൈൻ്റെ പിക്ചേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ആൻറ്റിക്കായിട്ടുള്ള ഒരു സാധനങ്ങളാണ് ഇവിടെ. ഭരണി അത് ഇതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. കുറേ ബോട്ടിൽസൊക്കെ ഉണ്ട് ഗൈസ്, ബിഗ് ആയിട്ടുള്ള ബോട്ടിൽസൊക്കെ ഉണ്ട്. കുറേ ഇങ്ങനെ ഐറ്റംസ് തന്നെയാണ് ഫസ്റ്റ് ഉള്ളത്. കുറേ ശംഖുകളും സ്റ്റോൺസും ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാം നല്ല കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതാണ് ഇത്. ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ ഒക്കെ. വെറൈറ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ കുറേ കോയിൻസ് ഒക്കെ ഉണ്ട്. പണ്ട് കാലത്തെ കോയിൻസ് ഒക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കോയിൻസ് എല്ലാം ഉണ്ട്. കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും കാണാൻ നല്ല. ഇവിടെ കുറേ ആൾക്കാർ വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ പോയി കുറച്ച് വേഗമായി, അപ്പോൾ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിട്ടു. രാത്രി ഒക്കെ ആകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവലുണ്ട്. കുറേ സെലിബ്രിറ്റീസൊക്കെ വരാറുണ്ടല്ലോ, അപ്പോൾ രാത്രിയാണ് എല്ലാവരും കാണാൻ വരാറ്. ഇത് കുറേ ഉണ്ട്, എന്തെല്ലാം ഉണ്ട് സാധനം. ഡാൻസിൻ്റെ എന്തോ ഒരു സാധനമെല്ലാം ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഉണ്ട് ഡാൻസിൻ്റെ. ഇതൊക്കെ എന്തെല്ലാം ഉണ്ട് ഗായ്സ്. എല്ലാത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. ലാമ്പൊക്കെ ഉണ്ട്, പണ്ട് കാലത്തിലെ ഗണ്ണ് എല്ലാം കുറേ ഉണ്ട് ഇപ്രാവശ്യം. പഴയ ഫോണുകളൊക്കെ ഉണ്ട് ഇപ്രാവശ്യം. ഫോണെല്ലാം ചെസ്സെല്ലാം ഉണ്ട് ഗായ്സ്. പണ്ടത്തെ വാച്ചും പെന്നും മൊബൈൽ ഫോണും എല്ലാം വെച്ചിട്ടുണ്ട് ഗായ്സ്. പേഴ്സ്, കല്ലുകൾ വരെ വെച്ചിട്ടുണ്ട് ഇവർ. എവിടെ നിന്ന് ഇവിടെ ഇത് കിട്ടുന്ന തന്നെ മനസ്സിലാവുന്നില്ല ഗായ്സ്. എന്തൊക്കെ പെണ്ണ് വരെ വെച്ചിട്ടുണ്ട് ഇവർ. എല്ലാം നല്ല കവറാക്കിയിട്ട് തന്നെ നല്ല വെച്ചിട്ടുള്ളത്. നല്ല സേഫായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ ഗായ്സ് ചായത് എല്ലാം ഉണ്ട്. ഇതെല്ലാം വന്നിട്ട് കാണണം. കുറേ നോട്ടുകളും ഒക്കെ ഉണ്ട്. 2 റുപ്പീസിൻ്റെ നോട്ടുകളൊക്കെ ഉണ്ട്, 1000 റുപ്പീസിൻ്റെ ഗോൾഡൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു നോട്ടൊക്കെ ഉണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ. എല്ലാം വന്നിട്ട് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. പണ്ടിൻ്റെ
കോയിൻസൊക്കെ കുറേ ഉണ്ട് ഗൈസ്. എന്തെല്ലാം ഉണ്ട്. ഗണ്ണാണിത്. ഗണ്ണെല്ലാം കുറേ ഉണ്ട്. പിന്നെ ID കാർഡ്സ് വരെ ഉണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ID കാർഡ്സൊക്കെ. ഇത് ഫുള്ള് ചുറ്റി ഇവിടെ നിന്ന് ഇവിടെ ಯಾವ್ದಾರ ಐಡಾಗ ಹತ್ತೋಕೆ ನನಗೆ ಯಾವ್ದ್ರೊಳಗಾದ್ರೂ കാണുന്നെങ്കിൽ കുറേ ഉണ്ട് ഗൈസ്. ഇവിടെ ಕಟ್ಟಾರು കുറേ റൈഡ്സ് ഒക്കെ ഉണ്ട്. 20 ರೂಪಾಯಿ ನಾ ಹತ್ತೇನು ಕಳಿಸಲ್ಲ. പുറത്തിറങ്ങി ഗായ്സ്. പുറത്തിവിടെ പാർക്ക് അതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. നമ്മൾ ആ പാർക്കിൽ പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് ഗായ്സ്. പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് വെച്ചു. അമ്മ പാർക്കിലോട്ട് കളിക്കാൻ പോവുകയാണ്. എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോനാണ്. അമ്മ കളിക്കാൻ പോവുകയാണ് പാർക്കിലോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ കളിക്കുന്ന സ്ഥലം കിട്ടിയാൽ പിന്നെ മതിയില്ല. ഇതും അനിയത്തിൻ്റെ മോനാണ് കേട്ടോ, അമ്മേൻ്റെ ചെറിയവനാണ്. ഇത് മാമനാണ്, അവിടെ ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട്. അവരൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ട്, നമ്മൾ കളിക്കുന്നത് നോക്കാണ്. ഒരു നോക്കാണ് ഏതിലാ കയറണ്ടേ ഏതിലാ ഇറങ്ങണ്ടേ. കുറേ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ടുണ്ട്. അപ്പം ആ നോക്കുന്നതാണ്. ഭയങ്കര കുസൃതിയാണ്, പറയാൻ പറ്റില്ല എവിടെ ഓടുന്നത്. ഇതൊക്കെ കണ്ട ഭയങ്കര ഇതാണ്. പാർക്കൊക്കെ കാണുന്നതിൽ ആർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കയറി നോക്കിയതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊക്കെ കയറാനും ഇറങ്ങാനൊക്കെ. പാർക്കിലൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇതെൻ്റെ വലിയ മാമൻ്റെ മോളാണ് ഗൗരി. ഇത് ഗൗരീനെ ഇതിൽ കയറ്റിയത്. അതിലൊന്നും കയറ്റാൻ പറ്റിയിട്ടാ, ചെറിയതല്ലേ. അപ്പോൾ ഇതിലാണെങ്കിൽ നല്ല ട്രെയിനിൽ പോകുന്ന പോലെ നല്ല ഇരുന്നിട്ടുണ്ട്. നല്ല ഇഷ്ടമായി, അങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഇഷ്ടമായി. കുട്ടികളൊക്കെ ഇതിൽ കയറുന്നുണ്ട്. ഗൗരീനെ ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരുന്നിട്ട് നമ്മൾ പൊട്ടാറ്റോ, സ്പൈറൽ പൊട്ടാറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ മൺഡേ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതാണ് സ്പൈറൽ പൊട്ടാറ്റോ. സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നമ്മ എല്ലാവരും എടുത്ത് കഴിച്ചു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതിവിടെ ആക്കുന്നതാണ്. കഴിക്കാൻ പാടില്ല ഗൈസ്, എന്നാലും ഇതെല്ലാം എപ്പോഴെങ്കിലും അല്ലേ കിട്ടുന്നത്. അപ്പോൾ കഴിക്കുന്ന അതിനെ പിടിച്ചിട്ട് നടക്കുന്നു. കുറേ റൈഡൊക്കെ ഉണ്ട് ഗൈസ്. ഈ ഹോഴ്സിലൊക്കെ പോവാനുണ്ട്. നമ്മൾ ഹോഴ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മ കുട്ടികളൊക്കെ കയറിയതാണ് ഹോഴ്സിൽ. കുറേ ആൾക്കാരുണ്ട്. ഇത് കുറേ ആൾക്കാർ വന്നാലേ സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. ഈ മറ്റേ തൊട്ടിലാട്ടം, ജയിൻ്റ് വീലൊക്കെ ഓടിയ തോന്നിയാൽ എന്തൊക്കെയുണ്ട് ഗൈസ്. ഇവിടെ കാണുന്നെങ്കിൽ കുറേ ഉണ്ടല്ലോ. അങ്ങനെ പോവാണ്. നമ്മ റിങ് ಹಾಕണ്ടಮ್ಮ ಅಮ್ಮ ಅಮ್ಮ ധോണി അത്
नमगिला कुदिरेला हत्तीसी दीक्षित मामा हां നമ്മൾ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങിയതാണ് ഗൈസ്. ക്യാമലൊക്കെ ഉണ്ട്. ഇങ്ങനെ പൈസയാണ് ഇതിന്. കൈറ്റ് ഉണ്ട് ഗൈസ്. ഒരു 2 റൗണ്ട് ഓട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പ്രാവശ്യം ഹോഴ്സും ഉണ്ട്. നമ്മൾ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. കുതിര വണ്ടിയിലാണ് കയറിയത്. ഈ ഹോഴ്സിലല്ല, മറ്റേലായിരുന്നു കയറിയത്. കുതിര വണ്ടിയാണ് ഇത്. വേറെ ഇതിൽ തന്നെ ഇരുന്നിട്ട് പോവുകയാണ്. നമ്മൾ ഇതിലായിരുന്നു കയറിയത്. നല്ല ഇഷ്ടപ്പെട്ടു ഗൈസിൽ പോയി. നമ്മൾ രാത്രിയാണ് ഇവിടെ ഇതൊക്കെ കത്തിക്കാറ്, ലൈറ്റൊക്കെ. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഇവിടെ ദൂരെയാടെ ഉണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അതിലേ പോയിട്ട് അതിലേ കിട്ടിയിട്ട് വരികയാണ്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വന്നു ഗൈസ്. സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് വന്നു ഗൈസ്. കുതിര ക്ഷീണിച്ചെന്ന് തോന്നുന്നത്. അവനവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്. നല്ല ചാന ഇരുന്നിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ അതിലേ പോകാനായിട്ട്. കയറാൻ ഇറങ്ങാനുള്ള ഭയങ്കര പണി തന്നെ ഗൈസ്. ഇത് സാധാ മറ്റേ കുതിരയാണ്. ഇതിൻ്റെ മീത്ത കയറാനും പറ്റും. കുറേ ഇതൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ആകാശത്തൂടെ പറത്താനായിട്ട്. വലിയ ട്രാക്ടറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ കുറച്ച് ബീച്ചിലൊക്കെ ഇറങ്ങി റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റൈഡിൽ കയറുമ്പോൾ ഗൈസ് ബീച്ചിലൊക്കെ പോയതാണ്. ഇപ്പോൾ ബീച്ചിൽ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. 3 ആൾക്കും ഇഷ്ടമാണ്. ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ചൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. ഇത് രാത്രി ഇവിടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കുറേ ചെയറൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയാണ് ഇവിടെ ഫുൾ ആൾക്കാരൊക്കെ നിറയാറ്. നമ്മൾ പോവാണ് ഗൈസ്. ഇങ്ങനെ റോപ്പിൽ കൂടെ പോകുന്നതാണ് ഗൈസ്. ഇതിലൊക്കെ കയറാൻ പേടിയാണ് ഗൈസ്. എനിക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന അത്രയും ഹൈറ്റ് എന്നല്ലേ നമ്മൾ പോകുന്നത്. നല്ല ധൈര്യമുള്ളവർക്ക് ആവുന്നു. കുറേ ആൾക്കാർ പോകുന്നുണ്ട്. പോവാത്ത ആൾക്കാരൊന്നുമില്ല. കുറേ ആൾക്കാർ പോകുന്നുണ്ട് അതിലേ കൂടെയൊക്കെ. ഇറങ്ങാണ് ഗൈസ്. പിന്നെ അവിടെ ഒരു പെറ്റിൻ്റെ ഒക്കെ ഇതുണ്ട്. അപ്പോൾ അതിൽ പോകാനുണ്ടെന്ന്. പെറ്റ് ഷോ ഉണ്ട്. അവിടെയും പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഫസ്റ്റ് പോവാട്ടായിരുന്നു. ഫസ്റ്റ് പോയിട്ടാ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. ഇതിവിടെ തന്നെ ഫസ്റ്റ് കണ്ട തന്നെയാണ് ഗൈസ്. പെറ്റ് ഷോയിലോട്ട് പോകാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ അകത്തുള്ളതാണ്. എന്തൊക്കെയുണ്ട്. ഇതന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ള തന്നെയാണ്. എന്നാലും ഒന്ന് കയറി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. മുയലുണ്ട്, എല്ലാം ഉണ്ട്. കുറേ ഉണ്ട് ഗൈസ്. അവിടെ വേർഡ് ഇരിക്കുന്നുണ്ട്. കയ്യിലല്ലേ പിടിക്കാൻ പറ്റും. ഇവിടുത്തെ ഇതിനല്ല ഗൈസ്, വേറെ ഉണ്ട് അവിടെ.
എന്ന് ബേർഡ്സാണ് ഗായ്സ്, കുറേ ബേർഡ്സാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് ഗായ്സ്. അഡ്വഞ്ചറായിട്ടുള്ളൊരു കാണാൻ. എല്ലാത്തിനും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, എടുക്കാൻ പറ്റില്ല ബോർഡോടെ. ഇത് പിന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. നല്ല കളറായിട്ടുള്ള കോഴികളാണ്. ഇത് എങ്ങനെ ഇതാക്കിയെടുത്തതെന്ന് അറിയില്ല. കളറിന് മുക്കിയെടുത്തതാണെന്ന് തോന്നുന്നു ഗൈസ്. ഇവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് നിന്ന്. പിന്നെ ഇത് നല്ലൊരു സ്വാനാണ് ഗൈസ്. നമ്മൾ ഇങ്ങനത്തെ സ്വാനിന് കഥകളിലൊക്കെ അല്ലേ കണ്ടത്. നല്ല സ്വാനാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത് ഇങ്ങനത്തെ സ്വാനിന്. ഇങ്ങനെ ഇല്ലു ഗൈസ്. നേരെ വലുതായിട്ട് ഇത് കുറേ ബേർഡ്സൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ചെറിയ കുട്ടികൾക്കൊക്കെ ബേർഡ്സിനൊക്കെ കാണാൻ നല്ല ഇതല്ലേ, കളിക്കാനൊക്കെ. പിന്നെ അതിലൊരു വലിയ ഫിഷ് ഉണ്ട് ഗൈസ്. ഫിഷാണിത്. തൊട്ടൂടെ ഇതിന്. പിന്നെ ടോട്ടോയ്സും ഉണ്ട്. ഇത് എന്താണെന്ന് അറിയില്ല ഗൈസ്. ഓരോ ബേർഡൊക്കെ ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്തും വരാറുണ്ട്. അവിടെ ഇരിക്കുന്നുണ്ട് ബേർഡ്. നല്ല ബേർഡ്സാണ് ഗൈസ്. ഓരോ വെറൈറ്റി അപ്പം കാണാത്ത ബേർഡ്സാണ്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ബേർഡ്സൊക്കെ. ഇത് ഓന്താണ് ഗൈസ്. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. ചെറിയ ഗോട്ടാണ്, നല്ല ഗോട്ടാണ്, നല്ല ചെറുതാണ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. മുയലാണ് ഗൈസ്. ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം ഗൈസ്. അവിടെയാണ്. ഇത് ഓസ്ട്രിച്ച് പോലെയാണ്, യമു ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ അകത്തോട്ട് പോവാം ഗൈസ്. ബേർഡ്സിലൊക്കെ കാണാം. അപ്പം അതിൻ്റെ പുറത്തിറങ്ങി പോവുകയാണ് ഗൈസ്. ഇവിടെ കുറേ ഫാൻസിയും അതൊക്കെ ഉണ്ട്. പ്ലേയിങ് ഐറ്റംസൊക്കെ ഉണ്ട്. കളിപ്പാട്ടകളും ഫാൻസി ഐറ്റംസ് എല്ലാം ഉണ്ട് ഗൈസ്. പുറത്തോട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വരാം ഗൈസ്. കാസർഗോഡ് പള്ളിക്കരയാണിത്. ബേക്കൽ ബീച്ചാണ്. അപ്പോൾ ബൈ ഗൈസ്.